ഇന്ന് നമുക്ക് നല്ലൊരു ഹൈദരാബാദി ചിക്കൻ കറിയുടെ റെസിപ്പി നോക്കിയാലോ. ആദ്യം തന്നെ കോക്കനട്ട്, ആൽമണ്ട്, കടല, കാഷ്യൂ. അപ്പോൾ ഇതിൽ ഞാൻ വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കണം. എന്നിട്ട് ഒരു ബൗളെടുത്ത് അതിലേക്ക് ആ അരച്ചെടുത്ത പേസ്റ്റും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അതേപോലെ ഒരു കപ്പ് തൈര്, ഒരു 2 സബോള നന്നായി ഫ്രൈ ആക്കിയത് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ സ്പൈസസിൻ്റെ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഇൻഗ്രീഡിയൻസ് താഴെ കൊടുത്തേക്കാം. അതും ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 2-3 പച്ചമുളക് കീറിയിട്ട് അതും ആഡ് ചെയ്ത് കൊടുക്കുക. കൊറിയൻഡർ ലീഫ് ഒരു കൈപ്പിടി ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു വലിയ ചെറുനാരങ്ങ അതിൻ്റെ നീര് കുരു കളഞ്ഞിട്ട് അതും ആഡ് ചെയ്ത് കൊടുക്കുക. ചില്ലി സോസ് 1 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക. ടൊമാറ്റോ സോസ് 1 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക. അതേപോലെ ഗീ, ഇത് ഞാനിവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഗീ ആണ്. അപ്പോൾ അതൊരു 2-2.5 സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ സോയാ സോസ് അതൊരു ചെറിയ ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ 1 കിലോയിലുണ്ട്, അത് കുറേശ്ശെയായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. മസാല എല്ലാ സ്ഥലത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായി മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ടൊരു 3 to 4 ടൈം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 3 to 4 റെസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഉണ്ടാക്കുമ്പോഴേ അതിന് നല്ലൊരു ടേസ്റ്റും അതിനൊരു ഫ്ലേവറും വരത്തുള്ളൂ. നല്ലൊരു ചൂടായ എണ്ണയിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നന്നായി വഴറ്റിയെടുക്കുക. അപ്പോൾ ഞാനിതിൽ കുറച്ച് ഗീയും കുറച്ച് നമ്മുടെ ഉള്ളി പൊരിച്ച എണ്ണയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടാണ് ഞാനിത് വഴറ്റിയെടുക്കാൻ പോകുന്നത്. ചിക്കൻ ഏകദേശം വെന്ത് ഏകദേശം ആയി വരുമ്പോൾ ഞാൻ ഒരു 2 നുള്ള് പെപ്പർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ഏകദേശം എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ ലേശം ഫ്രഷ് ക്രീം, 1-1.5 സ്പൂൺ ഫ്രഷ് ക്രീം, അതേപോലെ ഒരിത്തിരി കൊറിയൻഡർ ലീഫും ആഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് അടിപൊളിയായിട്ട് കഴിക്കാവുന്നതാണ്. ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കാനും എളുപ്പമാണ്, കഴിക്കാനും അടിപൊളിയാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. ബൈ ബൈ.